അപ്പോൾ ഇന്ന് നമ്മൾ അമ്മേനെ കൊണ്ട് ആശുപത്രിയിൽ പോവുക കേട്ടോ. നമ്മൾ 2 ദിവസം മുന്നേ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിരുന്നു. എന്നിട്ടിപ്പോൾ 3 ദിവസമായിട്ടും അമ്മയ്ക്ക് സുഖമായിട്ടില്ല. ഒന്നുകൂടി പോവാൻ എന്താണെന്നറിയോ, ആ പോയിട്ടും വേദന തന്നെയാണ്. ആ നല്ല വേദനയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്നാലും ശരീരത്തിനാകെ സൈഡിൽ കൂടെ എല്ലാം വേദനയാണ്. അപ്പോൾ നമ്മളെ എടുത്ത് പറഞ്ഞാൽ കുറച്ച് ദൂരമായിട്ട് ഇടവണ്ണ പറഞ്ഞിട്ടൊരു ഹോസ്പിറ്റലുണ്ട് കേട്ടോ. 12 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് ആ ഹോസ്പിറ്റലിലേക്ക് പോണത്. അമ്മേനെ കാണിക്കാൻ പറ്റിയ ഹോസ്പിറ്റലാണ്. പിന്നെ ഇവിടെ അടുത്തുനിന്നൊക്കെ അവിടേക്ക് കൊണ്ടുപോകുന്നുണ്ട് ആൾക്കാരെ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അന്വേഷിച്ചപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ്. സന്തോഷമായിട്ട് കാറത്തൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ സിന്ധേച്ചി വന്നിട്ടുണ്ട് കേട്ടോ കൊണ്ടുപോകാനേ. അപ്പോൾ അവിടുന്ന് നേരിട്ട് ഇങ്ങോട്ട് ബസ് ഉണ്ട്. അത് കാരണം സിന്ധേച്ചിക്ക് കറക്റ്റ് സമയത്തോടെ എത്തി. പിന്നെ അപ്പൂസിനെ കൊണ്ടുപോയില്ല കേട്ടോ. അപ്പൂസ് അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാനേ. അപ്പം അമ്മക്ക് മറിയാവും. ഒരു കുപ്പി വെള്ളം കൈ പിടിക്കണോ? അല്ല നമ്മളെ കൈ പിടിക്കണം. ഇതിപ്പോ എടുത്തന്നെ അടക്കേട്ടോ. പറക്കപ്പൂ പറഞ്ഞ നോയിക്കോട്ടോ. പറഞ്ഞ തീരെ അതിത്തെ കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ഇട്ട് കൊടുക്കും മേടിക്കണ്ടേ കേട്ടോ. ഹാജി മെമ്മോറിയൽ അതാണ് ഹോസ്പിറ്റലിൻ്റെ പേര്. അപ്പം നമുക്ക് അധികം ദൂരമൊന്നുമില്ല. വണ്ടൂർ റോഡിൽ തന്നെയാണ്. അവിടുന്ന് തിരുവാലി കഴിഞ്ഞിട്ട് അധികം ദൂരമൊന്നുമില്ല. പിന്നെ ഇവിടെ കീമോ ഉണ്ട്. അറിയാത്തവർക്ക് പറഞ്ഞു കേട്ടോ. ചില ആൾക്കാർ കുറേ ആൾക്കാർക്ക് അറിയാത്തല്ലോ. റേഡിയേഷൻ ഉള്ള കീമോ ഉണ്ട്. പിന്നെ ഫ്രീ ആണ്. പിന്നെ ഇൻഷുർ കാർഡ് ഇവിടെ എടുക്കുന്നുണ്ട്. അതൊന്ന് അങ്ങനെ കേട്ടോ. പക്ഷേ നമ്മൾ ആദ്യമായിട്ട് വരികയാണ്. നമ്മളെല്ലാവർക്കും ചോദിച്ചൊക്കെ അവിടുത്തെ അതേപോലെ തന്നെയാണ്. ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. ഡോക്ടറെ കാണിച്ചു ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് കിട്ടും. അതിനിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് 10 ഉച്ചൻ്റെ ഉള്ളിൽ നമുക്ക് റിസൾട്ടൊക്കെ കിട്ടും. അതിനനുസരിച്ച് അങ്ങനെയുള്ള ചികിത്സ നേരെ കാണുന്നത്. ഒരുപാട് എത്രയും തുടങ്ങിയിട്ടാണ്. നമ്മളോട് വേറെ ആൾക്കാർ പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് പോകുന്നതാണ്. അമ്മയ്ക്ക് ഇരിക്കാനും അധികം നേരം പറ്റില്ല കേട്ടോ. ഇങ്ങനെ അമർന്നിരിക്കാൻ ഞാൻ ഇന്നലെ പറഞ്ഞേക്കില്ല. എന്നാലും ഞാനൊക്കെ ഉണ്ടാവും. കുറച്ചേരം ഇരിക്കുമ്പോഴേക്കിന് നീക്കണം. അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വരട്ടെ. അതോളം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. അത്യാവശ്യം കുറേ കീമോ ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഇരിക്കുന്ന സൈഡിൽ കൂടെ അവരൊക്കെ ബ്ലഡ് കൊടുത്തിട്ട് അതിനുള്ള റിസൾട്ടിനും കാത്തിരിക്കുകയാണ്. റിസൾട്ട് കിട്ടട്ടെ എന്നിട്ട് പറയാത്ത സമാധാനമുള്ളൂ. പോവല്ലേ പോയിട്ടാ കേട്ടോ. എന്റെ തലേന്റെ അപ്പുറത്ത് ചാടി. എന്ത് മാങ്ങ നല്ല വേദന ഇതിനിപ്പോ പിന്നെ ഇങ്ങടൊക്കെ ഇതില്ലേ ഇവിടെ ഇവിടെ ഉണ്ടല്ലോ. ഇത് അമ്മ ഇതെങ്ങനെ വീഡിയോയില് കണ്ടാൽ നമുക്ക് ഈ വീഡിയോ നോക്കിയാൽ മതി. ഇന്ന് അതിന്റെ മറക്കൂലല്ലോ. ഇത് ഇന്ന് തിങ്കളാഴ്ച ഒന്ന് കുടിക്കുക. പിന്നെ അടുത്ത തിങ്കളാഴ്ച ഒന്ന്. അതായത് ഇന്ന് തിങ്കൾ പിന്നെ ചോറ് തിന്നിട്ട് രാത്രിക്കുള്ള കൂടിയുള്ളൂ. രാവിലെ തന്നെ ഇപ്പൊ കുടിക്കാൻ പറ്റും. രാവിലെ തന്നെ ഇപ്പൊ കുടിക്കാൻ പറ്റില്ല. എന്താ പിന്നെ തേക്കാനെന്താ തേച്ചുതരാം. 2 നേരം തേക്ക മറക്കണ്ട. നീ മറക്കണ ഈ വീഡിയോയിൽ നോക്കിയാൽ മതി. ഞങ്ങള് ചോറൊക്കെ കൊണ്ടുപോയത് കേട്ടോ. ചോറും കൂട്ടാനൊക്കെ കൊണ്ടുപോയി. അറിയാം RCCയിൽ പോയ അവസ്ഥ. അപ്പൊ ആ ഇത് വെച്ച് കൊണ്ടുപോയതാണ്. ഇപ്പൊ ചോറും കണ്ടു
ഞങ്ങൾ 1 മണി ആയപ്പോഴേക്കും 12:45 നമ്മൾ വന്നു കേട്ടോ. ഇതാ മരുന്നാണ് ഒന്ന്. ഇതൊക്കെ മരുന്ന് കുടിക്കാനട്ടമ്മ. ഇതൊക്കെ കുടിക്കാൻ മതി. ഇഷ്ടം പോലെ എന്താ എന്ത് കവർ എനിക്കിതല്ല. ഇപ്പൊ ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് കാണിക്കാൻ പറഞ്ഞിട്ട്. ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ഇത് പറഞ്ഞാല് ക്യാൻസറിനായിട്ട് നോക്കണ ഹോസ്പിറ്റലാണ്. ഇതാട്ടോ സ്വീറ്റ്. പിന്നെ ഇപ്പൊ ചെന്നപ്പോ ഒരു സൂക്കടും കൂടി കിട്ടി. എന്താ ഷുഗർ അത് ചെലപ്പോ മരുന്നില്ലേ കൗണ്ടിനൊക്കെ നോർമലാ. പ്രശ്നങ്ങളൊന്നും ഇനി അടുത്ത ആഴ്ച ഒന്നുകൂടി പോയിട്ട് നമുക്ക് ഇതേമാതിരി വീട്ടിൽ ചെക്ക് ചെയ്ത് അറിയണ്ട. കുഴപ്പങ്ങളൊന്നും ഇല്ല. കുഴപ്പമുണ്ട്, വേദന ഉണ്ട്. മരുന്നൊക്കെ തന്നിട്ടുണ്ട് നമുക്ക്. കാര്യമായിട്ട് വെള്ളം കുടിക്കുക, റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് എടുക്കുക. അതൊന്ന് ഇതൊന്ന് മാറിയാക്കട്ടെ. റെസ്റ്റ് കാണാം. അല്ല ഇനി റെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടെണ്ണം കെട്ടിയില്ല അവിടെ. ഞാൻ പുസം ഇല്ല പുസ എന്താ കാട്ടണേ. ആകെ പേടിച്ചിട്ടുണ്ടോ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോകണ്ടിരുന്നൊക്കെ വിചാരിച്ചിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാൻ നിൽക്കുന്നു. തൽക്കാലം ഇവിടെ തന്നെ നമുക്ക് നല്ല ഹോസ്പിറ്റൽ ഉണ്ട് പറഞ്ഞപ്പോഴേ ഇവിടേക്കൊക്കെ പോവേ നിർത്തേണ്ട ഒരു ദിവസം 10 യാത്ര ചെയ്യാം. വെറുതെ നമുക്കൊരു 50 റുപ്യന്റെ മരുന്ന് മാത്രം വണ്ടി കൂടി ഭക്ഷണം അതിപ്പോ എന്തായാലും വേണ്ടേ. പരിശോധിക്കാൻ പൈസ വേണ്ട, കീമോക്ക് പൈസ വേണ്ട, എല്ലാതും ഉണ്ട് അവിടെ. റേഡിയേഷൻ പുറത്തുനിന്നല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞു തരുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലായിണ്ടാവില്ല. ഒച്ചയാണ് റേഡിയേഷൻ അല്ല, കീമോ മാത്രം. പിന്നെ അഡ്മിറ്റും കാര്യങ്ങളൊന്നുമില്ല. 6 മണി വരെ. കീമോക്ക് എവിടെ ചെന്നാലും അഡ്മിറ്റ് ഒന്നും ഉണ്ടാവില്ല. ഓപ്പറേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. അതിന് എല്ലാ ഇവിടെ ചെക്കപ്പുകളുണ്ട്, കാര്യങ്ങളല്ലേ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും അറിയണ്ടോ. എന്നാലും നമ്മളോട് വന്ന് വാട്സപ്പിലും കമന്റിലൊക്കെ ചോദിക്കലുണ്ടല്ലോ, നിങ്ങൾ എവിടെ കാണിക്കല്. കീമോ ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമ്മളെ വീടിന്റെ കുറച്ച് അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ അവിടെ തന്നെയാണ് കാണിക്കല്. ഞങ്ങള് വിളിച്ചറിഞ്ഞ് നോക്കി പോയത്. ഇനി വെറുതെ നമ്മൾ അവിടെ ഇവിടെ കൊണ്ട് ഭക്ഷണമാക്കേണ്ടത് നമ്മൾ നേരിട്ട് കൊണ്ടുപോയത്. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓക്കെയാവും. ഒന്നാമത് ഈ കണക്കില്ലാത്ത വീടാണ്. അതുകൊണ്ട് അല്ലാത്തവർക്ക് സുഖമല്ലല്ലോ. കറി വെച്ചു കൊടുത്ത് വെച്ചു കൊടുത്ത് ജിമ്മാരെ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. വീണ്ടും അടുക്കളയ്ക്ക് നമുക്ക് പോവാം. രാവിലെ എങ്ങനെ അട്ടിട്ട് പോയതാട്ടെ ഞങ്ങള്. അതൊക്കെ എന്നാലും ശരിയാ, തിരുവനന്തപുരത്തേക്ക് അത്ര ദൂരം ഇടയ്ക്ക് സമാധാനമാണ്. ഇതൊരു 3 മാസം കൂടി കഴിയണ്ടേ. നമുക്കെന്നാ ജൂലൈ 12 കാണിക്കണം. എടാ അവിടുന്ന് കിട്ടിയ മാങ്ങയാണ്. ചെറുതാക്കി നോക്കി ചിന്തിച്ച് ചിക്കൻ ഉണ്ടാക്കണം. കൊത്തല്ലേ സാമ്പാർ ഉണ്ടാക്കി. രാവിലെ തട്ടിക്കൂട്ടി സാമ്പാറൊക്കെ ആക്കി പെട്ടെന്ന് പോകേണ്ടതല്ലേ. അപ്പൊ അവര് അരച്ചിടാതെ പൊടികളിട്ടിട്ട് കറി ഉണ്ടാക്കി. എന്തെങ്കിലും വെള്ളം കൊണ്ടുപോയി ജ്യൂസ് അടിച്ചു കൊടുക്കുന്നത്. ആ മുറിച്ച കഴുകിയിട്ട് ചിക്കൻ ഒരു വെറൈറ്റി സ്പെഷ്യൽ ഉണ്ടാക്കാം. ഒന്നും എണ്ണ തൊടാൻ പറ്റില്ലല്ലോ. പിന്നെ എങ്ങനെ വെറൈറ്റി എണ്ണ ആർക്കും തൊടാൻ പാടില്ല. കുറച്ച് ഒന്നും കിട്ടൂല. വാർത്തേന്റെ മുന്നിലാ ന്യൂസിന്റെ റിസൾട്ട് അല്ലേ. ചിക്കൻ ആക്കണം. വെള്ളം ഒഴിക്കാനായില്ല. ആദ്യം ചിക്കൻ വെന്താലും എന്താ പേര്, എന്താ ചിക്കന്റെ പേര്? കുരുമുളക് ചിക്കനോ? കുരുമുളക് ഇട്ടിട്ടുണ്ടോ? അപ്പൊ അതിന്റെ പേര് കുരുമുളക് ചിക്കൻ. എണ്ണ ആർക്കും പാടില്ലാത്തോണ്ട് നല്ല രസം ഉണ്ടാവും. രസം കുറവാവും. നിങ്ങൾ ഉള്ളി തക്കാളിയൊക്കെ വാട്ടിക്കൊണ്ട് കുരുമുളക് ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ട് കുറച്ച് സാമ്പാറിന്റെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് വെള്ളം മതി. വേറെ ഡയറ്റ് ഇട്ടിട്ടില്ലല്ലോ. ഇല്ല, അത് തന്നെയാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടായിട്ടാണ് ഒരു കണ്ടുപിടിച്ചിട്ടുണ്ടോ? അത് തന്നെയാണ് നാളത്തത്. ഇപ്പൊ കോഡ് സെറ്റ് ഞാനൊരു കോംബോ ഇട്ടിട്ടുണ്ട്. മറ്റേ വീഡിയോയിലുണ്ടാവും കേട്ടോ. നമ്മളെ വീഡിയോ ചെയ്തിട്ടില്ല. മാക്സി കോംബോ ഉണ്ട്, ഫ്രോക്ക് കോംബോ ഇട്ടിട്ടുണ്ട്. നമ്മളിനി മാക്സി 3 പീസിലേക്കും മാത്രം ആക്കുകയാണ്. അപ്പോൾ മറ്റേതൊക്കെ
റേറ്റ് കൂടിയിട്ടുണ്ട്. പക്ഷെ നമ്മളടുത്ത് ഇപ്പം ഉള്ളത് സാധാ റേറ്റാണ്. 20-25-30 രൂപ കൂടി എല്ലാ പീസുമിലും. എന്ത് അപ്പൊ സാർ എത്ര സമയം പിടിക്കുന്നത് ഉണ്ടാക്കാനങ്ങ്? എന്നാലും സമയമല്ല ഇതിന്. പാല എവിടെയാണോ ഉറങ്ങുണ്ടാവും. എന്താ റിസൾട്ട്? ചിരിച്ച് പോണല്ലോ. അങ്ങനെ കളർ ഉണ്ടോ? ഇതൊക്കെ നമ്മള് സെയിൽ ചെയ്ത സെറ്റ് സാരിയാണ്. നമ്മളടുത്തുള്ള സെറ്റ് സാരി കേട്ടോ. വിഷുവിന് ഞാനിപ്പോ ഇനി ഒരു പീസ് ബാക്കിയുണ്ട്. ഒന്നുകൂടി ഉണ്ട്. എവിടെ ഇതിന്റെ മുന്താണ് ഇനിയിപ്പോ കാണിച്ചത് കാര്യമില്ല. ഇനി ഇതിപ്പോ ആർക്കും തരാൻ പറ്റൂലല്ലോ. മയില് നല്ല ഭംഗിയുണ്ട് പറഞ്ഞ എല്ലാരും. എന്താ അറിയോ, എനിക്ക് പച്ച ബ്ലൗസും കൂടി വന്നപ്പോ ഞാൻ ഇതൊന്നും കട്ട് ചെയ്തിട്ടില്ല. ഒന്നും കൂടി ഉണ്ട് സെയിലാക്കട്ടെ. ഒരെണ്ണം കൂടി ഉണ്ട്. നല്ലതാട്ടോ, ഒരു കുഴപ്പമില്ല. അതാ ഞാൻ ഫസ്റ്റ് ആയിട്ട് മുക്കുക. എന്നാലും അമ്പലത്തേക്ക് ഇട്ടേന്നു. ടിഷ്യൂ ആണ്. പിന്നെ അത് എന്താ പുതിയ കാണിച്ചു കൊടുക്കാം? പുതിയ ഒന്നുമില്ല. നമ്മൾ ബാത്റൂമിന്റെ വാതിൽ വെച്ചിട്ട് ചോദിച്ചതെന്ന് എല്ലാവരും. അപ്പൊ വാതിൽ വെച്ചിട്ടുണ്ട്. അത് കാണിക്കാൻ വേണ്ടിട്ടായിരുന്നു. സൈലറ്റായിട്ട് ഏട്ടൻ കാട്ടി കൊടുത്തന്നാലും ഇന്നലെ അനി പിറ്റേത് എന്താ പറയുക, പണ്ട് കമന്റ് ചെയ്തില്ലേ അമ്മായി പുള്ളിയാണ്. മുണ്ടിന്റെ കളറിലുള്ള ടൈല് അല്ലേ, ഗൾഫിൽ നിന്നുണ്ടെന്നെ. ഇപ്പൊ ഇവിടെ നല്ല തണുപ്പാട്ടോ. ഞങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുക. സന്തോഷം ഇവിടെ ഇരുന്ന് ചോറിനൊക്കെ ചെയ്യാൻ സുഖാണ്. ഇവിടെ ഡ്രസ്സിന്റെ വീഡിയോ ഞങ്ങൾ ഇവിടെ നടക്കല്. ഇവിടുന്നാ ചെയ്യണേ. ഉണങ്ങിയതാലേ നമ്മുടെ ഈ കൈയോടെ ഞാൻ പിടിച്ചേ. ഇവിടെ വന്നാലൊക്കെ പണിയാ. ഞങ്ങൾക്ക് ആകെ ഈ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ അയല് ഉള്ളതേ. അപ്പം ഇപ്പൊ പോയതൊക്കെ അതുവരെ ഉണ്ട് കേട്ടോ. അതുവരെ ഉണ്ട്. ഒരു ബാക്ക് കണ്ടത് നമ്മൾ ആദ്യം പറഞ്ഞില്ല, ആദ്യം നമുക്ക് ഇതിന് വഴി ഉണ്ട്. ഇപ്പൊ അടച്ചോണ്ട് ഒക്കെ അടച്ചല്ല. ഇവിടെ താന്നപ്പോ നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്താ സിന്ധിച്ച് പോവുകയാണ് കേട്ടോ. സിന്ധിച്ചിന് നിൽക്കാൻ പറഞ്ഞിട്ട് നിൽക്കണില്ല. അപ്പൊ ഞങ്ങൾക്ക് ചോറൊക്കെ ആക്കിയാൽ ഇപ്പം പോലെ വൈകുന്നേരത്തെ ബസ്സിന് പോകുള്ളൂ. വൈകുന്നേരം ബസ്സുണ്ട്. വാതിലടിപൊളി രസിച്ച് ഇവിടെ നല്ല സുഖം കേട്ടോ. ഇവിടെ അങ്ങനെ ഇവിടെ ഇങ്ങനെ ഈ തണുപ്പത്ത് കിടക്കാൻ നല്ല സുഖം. പക്ഷെ കിടക്കാൻ സുഖം. ഇവിടെ ഓരോന്നൊക്കെ മാറ്റിച്ചാ. അല്ല പാമ്പും വരുന്നത് അറിയില്ല. അവിടെ കിടക്കാനും കുഴപ്പമില്ല. പക്ഷെ വരുന്ന അരിച്ച് വരുന്നത് അറിയില്ല ഈ തണുപ്പുള്ള സ്ഥലത്തേക്ക്. ഇപ്പൊ ചിക്കൻ ഉണ്ടായി വെക്കാം. ചിക്കൻ അപ്പോസ് വെച്ചിട്ടുണ്ട്. അമ്മ കുറച്ചുകൂടി ഇന്നോളേമ്മാ. അപ്പൂസേ ന്യൂസ് മുന്നിലുണ്ട് കേട്ടോ. TV ന്യൂസ് മുന്നിലുണ്ട്. പൂളക്കൂട്ടാണ് ചൂടുകൊണ്ടേ. എന്താണ് എന്തൊക്കെയാണ് ചിക്കൻ എങ്ങനെ അപ്പൂസേ? എങ്ങനെ ഉണ്ടാവും ഒന്ന് വെറുതെ അങ്ങോട്ട് പറ്റിച്ചെടുത്തോ. അതാണ് അപ്പൂന്. അതാണ് ചോറ്. അമ്മ കടന്നു. അമ്മ ചോറുണ്ട് കിടന്നു. മതി. മതിയായിട്ടില്ല. തൂക്കം കൊണ്ടുപോവാ. തൂക്കിട്ട് എടുക്കളൂ വെള്ളം കൂടി. ചോറ് തിന്നാൻ നിലത്ത് ഇരുന്നാണ് തിന്നാൻ വെച്ചിട്ടാണ്. അവിടെ പാൻ മെല്ലെ കറങ്ങണുള്ളൂ. പൂളന്നെ അല്ലേ ഇതിന് ഗ്യാസ് ഗ്യാസിന്റെ വേണ്ട. പൂള് കൊടുക്കണ്ട. പൂള് കൊടുക്കണ്ട. കിട്ടൂ. അപ്പൊ നാളെ കാണാം അല്ലേ? നാളെ കാണാം. നാളെ കാണാം.